ഏതെന്നോളി പൈസണില്ലേ എല്ലാരും നിക്ക് പിതു 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 ആദ്യം ഞാൻ പോയപ്പോണ്ടല്ലോ നാട്ടാര് വലിയ കാര്യ തലക്ക് കൈ വെച്ച്. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മള് പറഞ്ഞതിന് മൂത്തമ്മാന്റെ കുട്ടീന്റെ കല്യാണം ഉണ്ട്, അതിന് പോണ തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഉമ്മ ഇപ്പില്ല, കാര്യങ്ങളും സാഹചര്യമൊക്കെ നമ്മള് പറഞ്ഞതാണ് അല്ലേ. അപ്പൊ എന്തെങ്ങൾക്ക് അറിയാല്ലേ? എന്താ പറയല്ലേ, നിങ്ങൾ ഏതായാലും പോയി കണ്ട് സന്തോഷിച്ച് വരിക. ഉമ്മാക്ക് വരാൻ പറ്റിയില്ല, അപ്പാക്കും വരാൻ പറ്റിയില്ല. ഇപ്പൊ അവിടെ കറക്കുണ്ട്. അപ്പൊ ഇപ്പൊ നേരെ 6 മണിയായി. ഞങ്ങൾ ഒരു 8 മണിയാകുമ്പോ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. കുറച്ചു നേരത്തിന് മണ്ടിയാ പോകണം, പിന്നെ രാവിലെയാണ് ഞങ്ങള് പോകണ് അല്ലേ. എന്താ അറിയോലെ, ഒരു കല്യാണത്തിന് അവിടെ കൂടിയിട്ടില്ല, ഒന്നിനൊക്കെ കൂടിയിട്ടുള്ളൂ. അല്ലാത്തിനെ കൂടിയിട്ടില്ല. ഓൻ കൂടണ്ട, ഏതായാലും നമുക്ക് ചോറൊക്കെ നമ്മള് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അവിടുന്ന് വിളി കൊറേ ആയി വരുന്നില്ല വെച്ച് കോളും കാര്യൊക്കെ എത്തിക്കണം. അപ്പൊ സിഫിനെ അവിടെ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. മൈലാഞ്ചി ആട്ടി കൊടുത്ത ഓള് സ്റ്റിക്കറൊക്കെ വാങ്ങിയതാണ്. ഷൂ നാളെടാ, സിഫിന മൈലാഞ്ചി ആട്ടി കൊടുക്ക് സിഫിന. എന്തേടാ ഷഫീഖ് ഇന്നത്തെ ഡ്രസ് ഇതാണ്. നാളെ നമ്മളെല്ലാരും എന്താണ് സിഫിന, ഡ്രസ് കോഡാണ്. ആദ്യമായിട്ടാണ് പൈസയൊക്കെ മുടക്കി പോയതാണ്. അപ്പൊ ഞാൻ ഇട്ടിട്ടില്ലെങ്കിലേ ഇങ്ങനെയൊന്നല്ലേ ഇനി ഞങ്ങളെ പ്ലാനും കാര്യം വ്ളോഗൊന്നും. പക്ഷെ അങ്ങനെ ഇടങ്ങാറുണ്ട്, സാറില്ല. ഇന്ന് ചെറിയാപ്പാളിയൊക്കെ ആരും ഇല്ല, കാരണം നാളെ കല്യാണത്തിന് മൈലാഞ്ചി ഇന്നലത്തെ അധ്വാനം കേട്ടോ. മൈലാഞ്ചിയും കാര്യൊക്കെ ഇട്ട് സ്റ്റിക്കർ അടിനെ ചയച്ചാലേ ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഉണ്ടോ നല്ല ചോന്ന്. അപ്പൊ പെരുന്നാക്കത്തെ ഡ്രസ്സാണ് തലേന്ന്, കല്യാണ തലേന്ന് വേറെ ഡ്രസ്സോ കാര്യമൊന്നുമില്ല. അപ്പൊ നാളെ കോഡ് സെറ്റ്, പിന്നെ അപ്പൊ തന്നെ പോകണം ഉച്ചക്ക് അല്ലേ. ഉച്ച ഒരു 4 മണി 3 മണിയൊക്കെ ആകുമ്പോ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ചിരിയും കളിയൊന്നും ഇല്ലാത്ത കല്യാണം. ഓലെ മുന്നിലെത്തുമ്പോ നമ്മളാകെ മുഖം മാറി നല്ല ചിരിച്ച്. വണ്ടി ഉണ്ട്, അപ്പൊ പണിട്ട് പോകാന്നൊക്കെ പറഞ്ഞു, പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ കുട്ടികളെ നോക്കണം. അടങ്ങി നിട്ടില്ല, ഒക്കത്തിന് ചവിട്ടി പുറത്താക്കും. എന്റെ അടുത്തു ഈ വള്ളം തറക്കെടുത്തിട്ടില്ല. പോയി എന്താ ഷെഫീഖിനെ അറിയാല്ലേ? രണ്ടാക്കറി കാറ് നിറച്ച ആളായിട്ട് പോകണ്ടേ ഞങ്ങള് അല്ലേ. കൊള്ളൂല അതിനെത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? 2-3 കൊല്ലായി. അന്ന് ഞാനും ഇല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കുടുംബത്തിൽ കൂടണത്. അന്ന് ലാസ്റ്റത്തെ കല്യാണം ആരേനി പൂമോള്. അന്ന് ഞാനും ഇല്ല, അന്ന് പിന്നെ പള്ളിയിലേനി. അല്ല പള്ളിയിലല്ല, അപ്പൊ നമ്മളിഞ്ഞ് പോട്ടോ ഓടിച്ചോടത്താണ് പരിപാടി അല്ലേ. അപ്പൊ വ്ളോഗില് ഞങ്ങൾ ഈ 3 മോന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആർക്കും എന്താ പറയാ, ഇന്നത്തെ വ്ളോഗും നാളത്തെ വ്ളോഗും മിക്സ് ആക്കിയിട്ടോ നമ്മള് വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ക്യാമറ ഓഫ് ആക്കട്ടെ, കാറിന്ന് ഇങ്ങനെ ഫോണ് കണ്ട ഒരു മന്ദപ്രകാരം. അപ്പൊ ഇപ്പൊ രാത്രി ഇപ്പൊ തന്നെ ആവാനായിക്കുന്നു, വൈകുന്നേരമായി. അപ്പൊ പോവല്ലടാ, നേരത്തെ പോണം വിചാരിച്ചാണ്, ഓരോരോ തടസ്സങ്ങൾ കാരണം ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിക്കണ്. കൂട്ടവും കുടുംബം എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഓൾക്ക് വിളിച്ചപ്പോ ഓല് പറഞ്ഞു ഓല് വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് കയറി വെക്കേണ്ടത് ഷോക്കാട് അങ്ങാടി തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയം കേട്ടോ. ഉറങ്ങീനില്ലേജ്? നല്ലൊരു ഉറക്കം ഉറങ്ങിയല്ലോ. ഇങ്ങനെ വണ്ടി ആടുമ്പോ തല അവിടെ ഒരു മുട്ടുണ്ടായിനല്ലോ അല്ലേ. അപ്പൊ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോലെ പെരീന്ന് ഇറങ്ങിയിരിക്കണ്. അപ്പൊ നമ്മള് ഇനി പെരിയേക്ക് പോയിട്ട് കാര്യമില്ല, പിന്നെ നമ്മള് വണ്ടി എടുത്ത് വരുന്നു. കുട്ടികളെ കാതുവിനെ ഷെഫീക്ക് കാറിൽ ഇരിക്കുകയാണ്, അത് ഉറങ്ങിയിരിക്കണം കേട്ടോ. അപ്പൊ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഇനി വന്നു കഴിഞ്ഞാൽ തിരക്കാക്കാറ്. ഇതാണ് ഓഡിറ്റോറിയം. പോയി ഓലത് പോയി, ചെറുപ്പൊക്കെ ഒരു കേറും. ആര് ചെറിന്റെ നല്ല രസമുണ്ട് ഡെക്കറേഷൻ അല്ലേ. നമ്മളെ കല്യാണത്തിനൊന്നും ഈ മോഡലില്ലേ. പിടിച്ചോ
ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആരുമില്ല കേട്ടോ. അവിടെ ഫുഡ് ഉണ്ടാക്കണ പോലെ ഉള്ളൂ. ഷെഫീക്ക് കാറിലുണ്ട്. എന്താണ് പുതിയാപ്പളെ? പുതിയാപ്പലയാണോ? പുതിയാപ്പല കഴിക്കണോ? ഇതാ ഏതാ എന്റെ കുട്ടി കാറിലോർന്ന ഉറക്ക പിരാന്താക്കാര. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചീഞ്ഞോണ്ടാക്കാര. അപ്പൊ ഇനി ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ടോ? 3 ധരിച്ചു പറയണേ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോ നിങ്ങള് കണ്ടില്ല, ആരുമില്ല. പെരക്കാരൊക്കെ ഇപ്പൊ വരുന്നുള്ളൂ. അപ്പൊ എന്താക്കി, ഇനി രാത്രിയല്ലേ ചോറിട്ടുള്ളൂ. അപ്പൊ കുട്ടികൾക്കൊക്കെ പഴിച്ചു, നമുക്കും പഴിച്ചു. കുട്ടികളെ പേരും പറഞ്ഞ നമ്മളിവിടെ അവല് മിൽക്കൊക്കെ വാങ്ങി. ഞാൻ അവലി മിൽക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഷെഫിന് അവലി മിൽക്ക്, പിന്നെ ഷെഫീക്ക് അവലി മിൽക്കായി, പിന്നെ നാട്ടുകാർ മൊത്തം തന്നുണ്ട്. പെരി പോരി തിന്നാ പോരി. പൈസ കിട്ടോ? തിന്നോളി. പെരിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാം. അപ്പൊ ഓലൊക്കെ കണ്ട് പോന്നിക്കണ് പറഞ്ഞു. ഇപ്പൊ എത്തി കാണൂലേ? നമ്മള് തിന്നിട്ട് കണ്ട് പോട്ടെ. ഞങ്ങള് അവലിമിൽക്കൊക്കെ തിന്ന് കഴിഞ്ഞ് വന്നിട്ടും ഇവിടെ ആളെത്തിയിട്ടില്ല. ഞങ്ങള് ശശി കഴിഞ്ഞാണ്ട് കുത്തിരിക്കാണ്. സസി എന്ത് എങ്ങനെ അന്നൊക്കെ പോയില്ലേ? ഇനി ഇവിടെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. വരും കുറച്ച് ഫോട്ടോ കാര്യമൊക്കെ പോകും. ഇനി മിക്കവാറും ഏതായാലും ചിലപ്പോ ഫുഡ് കഴിച്ചങ്ങാണ്ട് ചിലപ്പോ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഇനി നാളെ നമ്മൾ കാണും അല്ലേ? ഏകദേശം ആൾക്കാരൊക്കെ വരുന്ന ഓഡിറ്റോറിയൊക്കെ ഒന്ന് അറിയിട്ടൊന്നിട്ട് കാണാം. നിങ്ങൾക്ക് തന്നെ ചടക്കും. ഇതൊരു കല്യാണമാണ്. നല്ല സ്ഥലം. ഇവിടെ കടക്കാൻ പൂതിയാവുന്നുണ്ട്. ഇന്ന് എപ്പോ നീ പോയത്? എനിക്ക് വേറൊരു കല്യാണം ഉണ്ട് ഇനി. അപ്പൊ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ പെരി പോയി കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. കഴിഞ്ഞു നമ്മളെ ഉപ്പട ഓഡിറ്റോറിയത്തിൽ വലിയൊരു ഫാനിന്റെ വീഡിയോ കിട്ടീന്. ഇവിടെ ഉണ്ട് ഗായ്സ് വലിയൊരു ഫാന്. പക്ഷെ ആ ഫാനിന്റെ അത്രക്കൊന്നും ഇല്ല. ഇന്ന് കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ്. ഇന്നാണ് ആ കല്യാണ ദിവസം. ഇന്നലെ നമ്മൾ അങ്ങനെ അത് വൈൻഡപ്പ് ആക്കി. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോഴേ രസമുള്ളൂ. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ വലിച്ചിട്ട് ഇങ്ങക്ക് തന്നെ ചർക്കും. അപ്പൊ ഇന്ന് കല്യാണ ദിവസം ആയതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാല് സിഫ്ന തലയിൽ എണ്ണയൊക്കെ അതിന്റെ ഇവിടെ അടിയാണ്. അപ്പൊ സിഫ്ന പർപ്പിള്, ഷഫീക്ക് തസ്ലീം വിളിച്ചണ്. ഇവിടെ നോക്കിയാല് ഫിദാന്, ആദ് പർപ്പിള്, ദിയാന് പർപ്പിള്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കറി അറിയാപ്പോ പൊട്ടിക്കര. ഞങ്ങളോട് ഒഴിവാക്കി തരാം. നമ്മള് 4 ദിവസം വീഡിയോക്ക് ഇല്ലാണ്ട് നമ്മളോട് ഒഴിവാക്കി ശരിയാക്കി തരാം. ചെറിയാപ്പൂനോട് ഞാൻ പറഞ്ഞേ, ചെറിയാപ്പ നമുക്ക് ഡ്രസ് എടുക്കാൻ പോലെ, പർപ്പിൾ എടുക്കാൻ പോലെ. മാണ്ട ഒരു വട്ടം മാണ്ടാറ്. സാധാരണ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെ പ്രഷർ ചെയ്യലുണ്ട് എടുക്കണം. എന്തറിയാപ്പോ മൈൻഡ് തന്നെ ചെയ്തില്ല. ശരിയാക്കി തരാം. നിങ്ങളൊരു യൂട്യൂബറാന്നൊക്കെ ഇവിടെ കാണിച്ചു തരാം. എന്തേ അപ്പൊ നമ്മള് പറഞ്ഞേരി നമ്മള് ഡ്രസ് കോഡാണ്. ഇനി വൈക്കൊരു വീഡിയോ കയറി നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വരും. ഞാൻ പറയും ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്നെ കൊണ്ടുപോയി അതിലേ ഞാൻ പറയും ചോദിച്ചു. നമ്മള് ഡ്രസ് എന്താണ് നമ്മള് അടിച്ച് രസമുണ്ടല്ലേ? പോരാ ഞാൻ മൊത്തം പറയും പോരാ. ഞങ്ങളെ എന്നാലും എപ്പൊ കടി കിട്ടി. അപ്പൊ നമ്മള് ക്ലിയർ ഇല്ല കേട്ടോ. ഇതിന്റെ ലിങ്ക് ആരും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അടിച്ചതാണ്. ഞാൻ മറ്റേ പിൻട്രസ്റ്റില് നോക്കിയിട്ട് മോഡൽ ലിങ്ക് വെച്ചാൽ രസമൊന്നും ഇല്ല. ഇനിയിപ്പോ കുട്ടികൾക്ക് മാത്രം തുടക്കത്തിലെ ഇത് ഇതാണ്. കളിയാക്കല്ല. ഇത് നോക്കാം. നീ നമ്മളെ ഷെഫീഖിനെയും പാടെ നിർത്തുകയാണെങ്കിൽ ഇത് ആദ്യം എന്താണ് ഞാൻ അവിടെ ഒന്ന് കാട്ടി കൊടുത്താണ്. ഞാൻ നിങ്ങളെ ചാനലിൽ തന്നെയല്ലേ. അത് കറുപ്പിട്ട് ഒന്നും ചെയ്തിട്ട് അപ്പൊ ഞങ്ങള് പോയിട്ടമ്മ. ഇന്ന് 2ാമത്തെ ദിവസം ഇല്ല. അപ്പൊ ഞങ്ങള് പോയി. പോയിന്ന് പോണ വഴിക്ക തന്നെ ഈ കടന്റെ ഒരു ചില്ലിന്റെ ഉള്ളിൽ ഒരു പർപ്പിൾ കളർ ചെറിയാപ്പൂടെ നോക്കി ചിരിച്ചു നിക്കുന്നുണ്ട്. ഇനി ചെറിയാപ്പൂ അതിനെ മാടി വിളിച്ച് അതിന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് ലൈവായി കണ്ടറിയാം. എന്ത് ശരിയില്ല. ഞാൻ പറഞ്ഞേക്കണം വേണ്ട പൈസ ഇല്ല. മറ്റേ അത് വൈലറ്റാണ്. ഇതേ കളർ ഉണ്ടാവും.
ഇയാളോട് ചോദിച്ചാലോ തരുമോ? ഒരു ദിവസം ഇട്ടിട്ട് തരാന്നോ? എവിടെയാണ് പർപ്പിൾ? ദാ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതും പർപ്പിളാണോ? ഉണ്ടോ? അതിന്റെ ഇളം കളർ ഉണ്ടോ ചോദിച്ചാൽ മതി. അത് കട്ട ഒരു പർപ്പിളായി. ചിലപ്പോ തുറക്കാനാവുമ്പോ പറയേ. ഒരു സമാധാനല്ലേ താലി? കുന്മാനും ഒരു പർപ്പിൾ കളർ ഏകദേശം ഒരു കട്ട പർപ്പിളാണ്. അപ്പൊ ഓലിപ്പോ അതില് പോയി എണ്ണ അടിച്ചാൻ പോയിക്കണ്. തറവാടുത്തോല് വരുന്നുണ്ട്. അപ്പൊ എല്ലാരും പാടെ ഒരു പർപ്പിൾ ആകാന്ന് വിചാരിച്ചു. തറവാടുത്തോലൊന്നും പർപ്പിൾ കളർ അല്ല എടുക്കണം. ഓലില്ലത് ഇട്ട് വരിക. ഇജ്ജ് പോണില്ലേ? മാപ്പളുടെ ഒപ്പം പെണ്ണുങ്ങൾ മണ്ടി. പർപ്പിൾ കളർ ഇല്ലാന്നൊക്കെ പറയണേ. അപ്പൊ നമ്മള് കുന്മാനും അവിടുന്ന് ഉമ്മയുണ്ട്. ഓല് വണ്ടി വന്നോണ്ടിരിക്കുന്നുണ്ട്. കുന്മാന്റെ ഒരു ടീഷർട്ട് മാറ്റണം പറഞ്ഞോല് പോകാണ്. മുന്തിരിട്ടാണല്ലോ പോയിക്കണേ. അത് മാറ്റണം പറഞ്ഞു പോകാണ്. മാറ്റണം പറഞ്ഞു പോകാണ്. അല്ല ഇടക്കിരുന്ന് ഒന്ന് എടുത്തുക്കണേ. എന്താവോ നിങ്ങള് കല്യാണം പരിപാടി മുന്തിരി ഞങ്ങളെ സെയിം ആവൂലേ? എന്താ സവിക്കേ? ഞാനൊരു പർപ്പിൾ കളർ പോലത്തെ കളർ എടുത്ത് കൊടുത്താണ്. ഇടാതെ നോക്കിയാ മാറ്റാൻ പോയിക്കണ്. അല്ല ചെറിയാപ്പൊക്കെ ഒരു ആശ്വാസിക്കണ്. പൈസ ലാഭം തളർന്നു പോയിന്റെ ബാല്യം അല്ലേ? ഷർട്ട് ഉണ്ടാക്കാൻ പോകുന്നു. നേരെ വൈകി പോയിക്കണേ. അപ്പൊ ഞങ്ങൾ വേഗം പോയി ഞാൻ അവിടെ എത്തുമ്പോ നമുക്ക് കാണാം അല്ലേ? ഒക്കെ വരുന്നുണ്ട്. കുട്ടി എങ്ങനെയുണ്ട്? ഷുട്ടി വാവാ ഷൂട്ട് വീഡിയോ കാണുന്നത് എന്താ പറഞ്ഞേ? എവിടുന്ന് ആണോ? അവിടെ ബേക്ക് കയറാൻ ഇങ്ങോട്ട് വന്ന ആട്ടിന്റെ അടുത്തോട്ട് പോയാഞ്ഞ് വരരുത്. വണ്ടി എടുത്തട്ടെ. ഞങ്ങൾക്ക് ആർക്കും കാറ് പറ്റൂല. ബലേ കുന്മാനോട് പറഞ്ഞു ഞങ്ങൾ അതിലുണ്ട്. ആണോ? ആർക്ക് പറയുന്നുണ്ട്? ഓലും ഞങ്ങോട്ട് പോണ്ടേ? എന്താ പറയാല്ലേ? കല്യാണ വരിയിലെത്തി കൊറേ കാലേ കാണാത്ത കൊറേ കുടുംബക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഇത് മൂത്തമ്മാന്റെ കുട്ടിയാണ്. പറയ് അല്ലേലേ കേക്കൂല. ഇത് നമ്മളെ വേറെ മൂത്തമ്മാരെ പറയിച്ചതൊക്കെ മടിയാണ്. പറയേ ഒന്നും പറയാല്ല. ഓന്റെ ഇനി കല്യാണം കഴിയാല്ലേ? കേക്കാവോ? ഓന്റെ കല്യാണം കഴിഞ്ഞതാണ്. കഴിഞ്ഞു. കുടുംബക്കാരെ കാറ്റൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ പാട്ടായതോട് കോപ്പിറൈറ്റ് വരുന്ന എന്തായാലും ഉറപ്പാണ്. അപ്പൊ തിന്നോടത്താണ് ഇൻഷാള്ള തിന്ന് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും പുറത്തുനിന്ന് നമ്മളെ കുടുംബക്കാരെ കാരണം ഓർക്കൊരു വീഡിയോയിൽ കുഴപ്പമില്ല. ഒരു കല്യാണം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെറിയാപ്പോ നാണം കെട്ടിക്കുകയാണ്. കുന്മാനെ ചെറിയാപ്പോ സങ്കടം വരുന്നത്. ചെറിയാപ്പോ മാത്രം ബ്ലാക്ക് എന്താ തിരിഞ്ഞു. ഓന് ഇതിത്തെ ആളല്ല. നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയിന്നില്ലാന്ന്. അങ്ങനെ നമ്മളെ ഫസൽ ഫാമിലിത്തെ ഞാനും മോണ്ടിന്റെ ഉമ്മമ്മയൊക്കെ ഇവിടെ എത്തി. ചോർന്നിട്ടില്ല. ചോർന്നാ വരികയാണ്. നേരം വൈകി. ലാസ്റ്റ് ചോറിട്ട് പോലത്തെ വന്നു. നമ്മളെ ജംഷിക്കാക്ക ഇരുന്നോ? ഞങ്ങളൊക്കെ ഒന്നായിട്ട് മിക്സ് ആക്കി കസാരിയിൽ എന്തേലും ഉണ്ടോക്ക്?
അതിന്റെ അമ്മമ്മ ഒരു ചോറൊന്ന് വരട്ടെ. ഓല് നമ്മളെ കുടുംബത്തില് കല്യാണം ഇന്നാളെ ഈ ഓഡിറ്റോറിയത്തിൽ വന്നില്ലേ? ഇപ്പൊ ഞാൻ ഒളിയിൽ ഒറ്റയ്ക്ക് പോയിരുന്നാണല്ലോ, ആരും ഇല്ല അറിയില്ല. ഇവരെ പിന്നാന്താ അറിയോ, ഉമ്മമാനെ കണ്ടിട്ട് എല്ലാരും വരിക പിന്നെ ചോറ് നമുക്ക് തോന്നില്ല. മടിയായിട്ട് ഇപ്പൊ ആരും നോക്കാനൊന്നുമില്ല. ഇവിടെ ഒക്കെ കാലിയാക്കണം. വേഗം തിന്നോളി, ലാസ്റ്റ് വന്നോണ്ടേ. തിന്നോളി, പൈസണില്ലേ? തറവാട്ടാരെ കല്യാണം കാര്യമൊക്കെ ഗംഭീരായി കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. അറിയോ പരിപാടി എങ്ങനെയുണ്ടായിന്? പരിപാടി എങ്ങനെയുണ്ട്? പട്ടാളക്കാരന്റെ മുഖം കാട്ടാൻ പറ്റൂലല്ലേ? ഏറിയ ഇല്ലല്ലോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അന്ന് കാട്ടിയാലോ പെങ്ങളെ? ഓ പട്ടാളായതുകൊണ്ട് സീനാണ്. കല്യാണം കാര്യമൊക്കെ കഴിഞ്ഞപ്പോ തറവാട്ടാര് പോകാൻ നിക്കണേ. സിപ്നാന്റെ ഫോട്ടോഷൂട്ട്. അതാരാ കാട്ടിയത്? അനു എന്തേ? ആ അതന്നെ നോട്ടെ. രസല്ല അത്, രസല്ല. ശരിക്കും കുട്ടി രണ്ടാളും ചിരിച്ചു. ഇപ്പൊ തന്നെ കൊണ്ട് സെറ്റായോ? സ്മൈൽ പ്ലീസ്. ഒറ്റക്കാല ചെരുപ്പ്, ഒറ്റക്കാല ചെരുപ്പ്. ആരാ കാട്ടിയത്? ഓലോലി കണ്ണുണ്ട്, ഓലോലി കണ്ണുണ്ട്. അവിടെ ഒന്ന് ചിരിപ്പിച്ചല്ലേ. അവഞ്ഞോല് പോവാണ്. കല്യാണം കാര്യമൊക്കെ കഴിഞ്ഞ് എങ്ങടെ ഫിഗ പോണ്? ചെക്കൻ്റെ കാറിൽ കൊറേ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മള് സിപ്ന കാട്ടണില്ല അല്ലേ? കാട്ടണില്ല. വീഡിയോ ഓഡിറ്റോറിയത്തെ വീഡിയോ എടുക്കാൻ നല്ല പൂതിയുണ്ട്. പിന്നെ നമ്മള് മുഖം ബ്ലറാക്കാനും അല്ലേ? അതിനായിട്ട് കൊറേ മെനക്കെടാണ് എഡിറ്റ് ചെയ്യുമ്പോ. അപ്പൊ മറന്നും പോയിക്കണ് തിരക്കിന്. ഒന്നാമത് പാട്ടില്ലോണ്ട് കോപ്പിറൈറ്റ് ആണ്. എന്താ പറയാ? അപ്പൊ നമ്മള് ഇതിന് മുന്നേ പോകാൻ നിന്നാലേ ഫീക്ക് കൂട്ടണില്ല. അപ്പൊ ആ വണ്ടി പോയിക്കണ്. ചെക്കന്റെ വരാ ചോക്കാട് മാലയക്കലാണ്. അപ്പൊ ഞങ്ങട്ട് പോവാണ്. അല്ലെങ്കിൽ ഈ കെട്ടിച്ചുടുമ്പല്ല സങ്കടല്ലേ? ഉമ്മയുടെ കടന്ന് കരയുണ്ട്, പെരും കച്ചില്. കാരണം 23 കൊല്ലായിട്ട് ഓളോല വിട്ട് പോയിട്ടില്ല. വിരുന്നിറക്കാൻ പോകുക. ചെറിയ മൂളക്കം കേട്ടാച്ച് മാറിന്നിട്ടില്ലല്ലോ. ലാസ്റ്റത്തെ സന്താനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റില്ല. ഞാൻ പോയപ്പോണ്ടല്ലോ നാട്ടാര് വരെ കാര്യ തലക്ക് കൈ വെച്ച്. സത്യം. ആ പണ്ടാരക്കാലി പോയല്ലേ പഠിച്ചോളേ എന്ന് നനച്ചിട്ടുണ്ട് തന്നെ. ആ അമ്മായിനെ പറഞ്ഞോടുക്കേ. എന്തമ്മായി? അമ്മായിനെ കാട്ടാൻ പറ്റൂല. ഇല്ലേ, അമ്മായിനെ കാട്ടിയ കാക്കുനെ അറക്കും. അറപ്പ്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാരെന്ന് നമ്മള് കണ്ടീനില്ലേ? നമ്മളീ തറവാട്ടാരത്തേക്ക് വന്ന് വർത്താനം കാര്യൊക്കെ പറഞ്ഞ് വീട് റോഡൊക്കെ ഇങ്ങനെ ആക്കിയില്ലേ? പറിച്ചപ്പീക്കെ വല്ല ബിരിയാണി ഒക്കെ തിന്ന് കൊയങ്ങിയേക്കണ്. ഇപ്പൊ കുഞ്ഞുട്ടിന്റെ ഭാഗ നല്ല സിപ്പക്കും. പെപ്സി കുടിച്ചോ? പെപ്സി കുടിച്ചോ? എന്നിട്ട് നമ്മളങ്ങടെ പോണ് പള്ളറിഞ്ഞോ? ആയിക്കോട്ടെ. നമ്മള് ചെക്കനോർക്ക് പോകണം. കല്യാണം പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ കണ്ടാ അറിയും. അവിടെ കണ്ടാലെന്താ സിഫിന് പോവുകയാണ് അല്ലേ? കല്യാണൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വന്നു. എന്താ ഉമ്മാക്കറിയാല്ലേ? എന്ത് പറയണില്ലേ? കൊയങ്ങി ഞങ്ങള് കൊയങ്ങി എല്ലോടത്തുള്ള പുള്ളിയുടെ സെറ്റ് വരാം. വലിയ വരാം. മാഷാള്ള ഇന്നലെ കൂടി ഇഷ്ടമായി. നല്ല ബീഫ് ബിരിയാണിയും അള്ളാർച്ച് തിന്ന്. അതുകൊണ്ട് ഇപ്പൊ അത് ലാഭായി. നമ്മള് പോവാണ്. ഞങ്ങള് പോവാണ്. ഇപ്പൊ കാറ്റൊക്കെ കൊണ്ട് നിലത്ത് കറന്നു തുടങ്ങി. ചൂടുമ്പോ എടുത്തിട്ട്. നിങ്ങക്ക് ചോറ് കിട്ടിയില്ലേ?
ഓർക്കൊക്കെ നേരായപ്പോ കിട്ടി. അവിടെ എന്ത് പരിപാടി ഇല്ലേ? ചോറ് ഇന്നലെയും കിട്ടി ഇന്നും കിട്ടി അല്ലേ? നമ്മളെ ഷർട്ട് ഗ്രൂപ്പ് നമ്മളെ ഒഴിവാക്കി. ആ സ്വഭാവം കൊണ്ടേ എന്തോ തിരിഞ്ഞു എല്ലാരും പർപ്പിള് ഓരൊക്കെയാണ് പർപ്പിൾ എടുത്ത് നമ്മളെ രേക്കലാണ് ഒഴിവാക്കി. ജംഷാദ് വരെ പർപ്പിൾ. തകർന്നു ഇളിഞ്ഞിങ്ങനെ ഇരിക്കണ്ട എല്ലാവരുടെയിലും. എല്ലാരെയും കണ്ടു. കുറെ ആൾക്കാരുണ്ടായില്ലേ? കാണാത്തവരെ കണ്ടു. ഇനിയിപ്പോ എന്തായാലും കാണൂല. ആരൊക്കെ കരുവാളുണ്ടായാലും പിന്നെ വന്നില്ല. ആ കല്യാണം കൊണ്ട് മേലാറ്റൂര് വണ്ടി കുളിച്ചെന്നു. സിഫ്നാനെ കണ്ടേ കഴിഞ്ഞ മനസ്സിലായി. സിഫ്നല്ലേ ചോദിച്ചു. എങ്ങനെയുണ്ട് ഇപ്പൊ? കൊഴപ്പൊന്നുമില്ല ഉഷാറ്. അല്ലാതെ ഉഷാറ്. സിഫ്ന പോണേ ബാവേ. ആ വാ വാ വരി വരി. ദുബായിന്ന് ഒരു കുട്ടി സെറ്റേക്കണം. ആർക്ക്? ദുബായിന്നോ? പോരെ പോ. ചെറിയ ഇല്ലട്ടോ. ചെറിയാപ്പൂനെ പെണ്ണെട്ടീന്റെ ആൾക്കോ പലതും പറയും. വാ വാ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.